ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിട്ട് എത്ര നാളായെന്നറിയാം. എന്താ രാമേന്ദ്ര പ്രശ്നം? എവിടെ കള്ളത്തരം മൊത്തം ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പൊളിച്ചടുക്കി തരാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഓ, എന്താ സംഭവം? കേക്കട്ടെ. ഡിസംബർ മാസത്തില് തൊടുപുഴയിൽ ഈ ലല്ലുവിന് റൂം എടുത്തു കൊടുത്ത കാര്യം, ആ റൂമിൽ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തത് നമ്മുടെ ഫഷിമോളാണ്. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എവള് ലല്ലുവിന്റെ കുൽസിതോ എന്ന് പറഞ്ഞിട്ട് ഒരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ട് അതിനകത്ത് എന്തോരം കാര്യങ്ങൾ ഇട്ടത്. അവന്റെ മൊത്തം ഐറ്റംസ് തടവുന്നതും പിടിക്കുന്നതും പറിക്കുന്നതും പറത്തുന്നതും അടക്കം ഇവള് ബ്ലറാക്കി എടുത്തു വെച്ചേക്കുന്നത്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഡിസംബർ വരെ ആരുടെയും കൂടെ പോയിട്ടില്ല എന്നാണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഡിസംബർ കഴിഞ്ഞ് ആരുടെയെങ്കിലും കൂടെ പോയി എന്നുള്ളതല്ലേ. ആരുടെ കൂടെ പോയെന്ന് നിനക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇത്തിത്താന്റെ കയ്യിൽ ഒരു ടാറ്റു അടിച്ചിട്ടുണ്ട് റീസെന്റ് ആയിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇത് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. എഫിന്റെ അടിയിൽ എന്തുവാടെ ഒരു വാല്. എഫ്, നിങ്ങൾ ആ എഫ് മാറ്റിയിട്ട് അതൊരു ജെ ആയിട്ടൊന്ന് കണക്കാക്കി നോക്കിയേ. ടാറ്റൂഡ് ഫോർ എവർ FJ. ഈ ടാറ്റു നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഗൈസ്? കല്യാണം കഴിഞ്ഞ പെണ്ണ് വേറൊരാളുടെ അവിഹിതം, കല്യാണം കഴിഞ്ഞ ചെറുക്കൻ പഠിച്ചത പെണ്ണോട്ട് അവിഹിതം. ഇനി അടുത്തത്, ഈ മസിൽ കണ്ടാ മനസ്സിലാവത്തില്ലയോ ഇത് ആരാണെന്ന്? ഇനി ഞാൻ പറഞ്ഞു തരണോ? ഇതെങ്ങനെ സാധിച്ചു? ചില മുഖംമൂടികൾ അഴിഞ്ഞ് വീണു ഗോപാല. ഇതൊക്കെ കണ്ടാ പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ തോന്നുക? ഞാൻ ഒരു കാര്യം ആലോചിക്കുക, ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താലോ? 20 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞ്. എടി നാണം ഉണ്ടോ നിനക്ക്? നാണം. സോറി, ഞാൻ ആളറിയാതെ. ഇതും പോരെങ്കിൽ ഞാനൊരു ബ്ലർ ചെയ്ത് ഇതൂടെ ഇട്ട് തരാം. നിഴല് വെച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കിക്കോ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? എനിക്ക് പേടിയാവുന്നളിയാ, എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു. ഇതും പോരെങ്കിൽ ഇതൂടെ പിടിച്ചോ കാറിനകത്ത്. ഇത്രയും തെളിവ് മതിയോ? ഇനിയും നീ പറ അവനുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവും ഇല്ലെന്ന്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. മറ്റേ തുണ്ട് വീഡിയോ പുറത്തുവിടുന്നത് അങ്ങനെയുള്ള സാധനങ്ങൾ എനിക്കൊന്നും വേണ്ട. നീ ഇപ്പൊ എക്സ്പോസ് ആയതിനേക്കാളും കൂടുതൽ ഞാൻ എന്നെ എക്സ്പോസ് ചെയ്യും. 17ാമത്തെ വയസ്സിലുള്ള കുറെ ഐറ്റംസ് ഒക്കെ മോടെ ചരിത്രം ഉണ്ടല്ലോ, അതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. ഇനി ഞാൻ ഇവിടെ ഒരു വോയിസ് കൂടെ വെക്കാം. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എനിക്ക് റിലേഷൻ ഉണ്ട് ഇപ്പോ. എനിക്ക് വേറെ റിലേഷൻ ഉണ്ട്, പക്ഷെ അത് ജലനല്ല. എന്റെ ഈ റിലേഷൻ കൂടെ പോകുന്ന എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. ഈ വോയിസ് എന്ന് പറയാൻ നിങ്ങൾ കേട്ടാ, അവക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്, അത് വേറെ ആരോ ആണ്, അത് യവൻ അല്ലെന്ന്. എന്റെ പൊന്നു മോളെ, ഇത് എന്തിനാ ഏതാണ് യൂണിവേഴ്സിറ്റി ഇത്? ഭർത്താവുമായിട്ട് വീട്ടിൽ നിന്ന് ഉടക്കി പോയ സമയത്ത് വേറൊരുത്തരായിട്ട് റിലേഷൻഷിപ്പ് ആയി. അതിനെയാണ് നമ്മൾ പറയുന്ന അവിഹിതം. അപ്പൊ നിനക്ക് അവിഹിതമാവാം. ഇതേ അവിഹിതം വെച്ചോണ്ടാണ് ഇവള് മറ്റേ സഫയുടെ ലല്ലുവിന്റെ അവിഹിതം പൊക്കാൻ വേണ്ടി നടന്നത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അത് ഓക്കെ, അവര് തമ്മില് ഉടായ്പ തന്നെ, നീ സമ്മതിച്ചു. പക്ഷെ ഇല്ല, പൊക്കാൻ നടക്കുന്ന ആള് പറ്റില്ല. ആശാൻ അടുപ്പിലും തൂറാന്ന് പറയുന്ന ഇടപാടാ. ഞാൻ പോകുന്നു. ബൈ ബൈ.